ഹലോ, നമുക്കിന്ന് ഇൻവിസിബിൾ ആയിട്ടുള്ളൊരു മാല ഉണ്ടാക്കിയെടുത്താലോ. സംഭവം സിമ്പിളാണ്. അതിന് വേണ്ടിയിട്ട് പഴയ പൊട്ടിയ മാലേൻ്റെ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു എലാസ്റ്റിക് വെയർ എടുത്തിട്ടുണ്ട്. കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അതിൻ്റേതായ പാളിച്ചകൾ അവസാനം ഉണ്ട് കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഒരു കുളത്തെടുത്തിട്ടുണ്ട്, അത് എലാസ്റ്റിക് വെയറിലേക്ക് ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു മുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് എല്ലാ മുത്തും ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. ഞാൻ പിന്നെ ഇങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് സിസ്റ്ററാണ് ഇങ്ങനത്തെ ഞാൻ എന്തുണ്ടാക്കിയാലും എടുത്തു കൊണ്ടുപോക്ക്. അപ്പോൾ ഓള കഴുത്തിൻ്റെ മെഷർമെൻ്റൊക്കെ എടുത്തിട്ടാണ് ഞാനിത് എലാസ്റ്റിക് വെയർ കട്ട് ചെയ്തെടുത്തത്. പിന്നെ നമ്മൾ ഓരോ മുത്തിടുന്ന നേരം ഓരോ കെട്ടി കൊടുക്കുന്നില്ലേ, അത് കാരണം അതിൻ്റെ മെഷർമെൻറ്റ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു മിസ്റ്റേക്ക് കാരണം മോക്കിത് പിടിക്കുന്നുണ്ടായിട്ടില്ല. പിന്നെ ഇതൊക്കെ പരുത്തി ഇഷ്ടമായതുകൊണ്ട് ഞാൻ ബ്രേസ്ലെറ്റാക്കി യൂസ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുള്ള ഇത് കൊണ്ടുപോയി. അങ്ങനെ അവസാനം റിങ്ങും കൂടി നമ്മൾ കെട്ടിക്കൊടുത്തപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇൻവിസിബിൾ ആയിട്ടുള്ള മാലേൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ എങ്ങനെയുണ്ട്, കൊള്ളാവോ എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ശരി എന്നാൽ, ബൈ.